ഓ മാറ്റില്ലടാ, എന്ത് വലിയ സാധനം, അതൊരു പൊട്ടിപ്പോയിട്ടോ. ഇന്ന് രണ്ടുപേരുടെയും ലാസ്റ്റ് ഡേ ഓഫ് എക്സാം ആണ്. ഐപാഡ് എല്ലാം റെഡിയാക്കി. പക്ഷെ ടീക്കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പേപ്പർ മിസ്സിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ എവിടെ പാസേജ് ആയിരുന്നു, പാസേജ് മാത്രമേ ഉണ്ടായിരുന്നു, അതിന്റെ ക്വസ്റ്റ്യൻ കാണാനില്ല. ഇതിന്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എനിക്ക് പാസേജ് വായിച്ച് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണം, ക്വസ്റ്റ്യൻ കാണാനില്ല. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പി ടി സാറേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പി ടി സാറിന്റെ അടുത്ത് ചോദിച്ചു, സാർ എന്താ ഇവിടെ ക്വസ്റ്റ്യൻ ഇല്ലാത്തേന്ന്. അപ്പൊ സാറിന് അറിഞ്ഞില്ല. ആ സമയത്തായിരുന്നു നമ്മുടെ ഫാമിലിയിൽ ഒരു സെലിബ്രേഷൻ, നമ്മുടെ അച്ഛമ്മയുടെ ഒരു ഗ്രാജുവേഷൻ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. കുറേ പേര് ഇത് ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ച് വിഷസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛമ്മൻ്റെ ഈ ഒരു ഏജിൽ ലാസ്റ്റ് വീക്കിലാണ് BA ഹിസ്റ്ററി, അതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ട് പാസ്സായത്. ജയിച്ചൊരു സന്തോഷമാണ് കേട്ടോ ഞങ്ങളുടെ എൻ്റയർ ഫാമിലി. അപ്പോൾ കൺഗ്രാജുലേഷൻസ് പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ടിയ ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം ഇപ്പോൾ 6 മണി ആവുന്നതേ ഉള്ളൂ. നമ്മുടെ ലാസ്റ്റ് ഡേ സ്കൂൾ എടുക്കുകയാണ്. ടീക്കുട്ടിയുടെ ഫോണിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദ്യം കൂടെ ചെറിയൊരു പണി പറ്റിച്ചിട്ടുണ്ട് ഗൈസ്. ഹെവി പനിയാണ്. അപ്പോൾ കുറച്ച് ഐസ് എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ എല്ലാം വെക്കുക കേട്ടോ. അത്യാവശ്യം 96 ഡിഗ്രി പനിയുള്ള ആളായിട്ടുണ്ട്. 96 അപ്പോൾ കുറച്ച് ഐസൊക്കെ ഇങ്ങനെ വെച്ച് സെറ്റാക്കുക കേട്ടോ ഗൈസ്. നല്ല പനിയുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞിന്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഐസ് ക്യൂബൊക്കെ വെച്ചിരിക്കുകയാണ്. ഇന്ന് വന്നത് അങ്ങനെ ഇങ്ങോട്ട് വാടച്ചക്ക. ഇന്ന് വന്നത് ഇങ്ങനെ ഐപാഡൊക്കെ കളിക്കും. ഇങ്ങോട്ട് എനിക്ക് ഇതിന് കാണുന്നില്ല. ഐപാഡൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കി നിൽക്കുക കേട്ടോ. പക്ഷേ എനിക്ക് തോന്നിയില്ല ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നാണ് തോന്നുന്നത്. ദൈവമേ, ഇത് ഐസ് ക്യൂബാട്ടോ ഇതിൻ്റെ ഉള്ളിൽ ലൈക്ക്. അപ്പോൾ അത് നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറും. ലാസ്റ്റ് എക്സാം കുളം ആവുമെന്നൊരു സംശയമുണ്ട് ഗൈസ്. ഇത് കുറച്ച് ഇതിൽ തേച്ചേ, നെറ്റിയിൽ തേച്ചേ ഗൈസ്. ഐസ് വാട്ടറാട്ടോ. നല്ല പനി. ചിലപ്പോൾ നിമിഷേൻ്റെ പോയി വിളിച്ചിട്ട് വരേണ്ട ഒരു അവസ്ഥയാണ്. ഇത് ഇവിടെ നിന്ന് വായിച്ചേ പൊന്നെ പറഞ്ഞേ. ദിവാലി ആട്ടോ ഇപ്രാവശ്യം എസ്സേ വരുന്നത്. ദിവാലി പ്രമുഖി അല്ല പ്രമുഖ്. ഫെസ്റ്റിവൽ എന്താ ഹിന്ദി പറയാ? ത്യോഹാർ. ഒന്നിങ്ങോട്ട് അടുത്ത് വരൂ. ആ ചവലെടുത്തിട്ടൊന്ന് തുടയ്ക്കൂ ഗൈസ്. പണി കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ റൂം ക്ലീനിങ് ഡേ ആണ്. എന്നാലും അങ്ങനെ ലാസ്റ്റ് ഡേ സ്കൂൾ. പണി പാളിയോ എന്നൊരു സംശയമുണ്ട്. ഹെവി പനിയാണ്. മരുന്നൊക്കെ കഴിച്ച് ചാച്ചിക്കോ കുറച്ച് നേരം കൂടി കഴിച്ചു. അല്ല കളിച്ചോന്നല്ല, ചാച്ചിക്കോ സ്കൂൾ ബസ് വരുമ്പോൾ എഴുന്നേക്കാം. പനി അടിപൊളി പനി. അങ്ങനെ നമ്മൾ 2 ഐപാഡ് ടീക്കുട്ടിയുടെ അദ്ദിക്കുട്ടിൻ്റെ ഐപാഡ് ഇവിടെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കൊടുക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഇതേ സ്കൂൾ ബസ് വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിമിഷാൻറ്റി. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കാം. അതിനിടയിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നതിനിടയിൽ നമ്മൾ ടീക്കുട്ടിയുടെ ഒരു ആപ്പിളിൻ്റെ പെന്ന് മുമ്പ് മിസ്സായിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ടീക്കുട്ടിയുടെ ഐപാഡിൻ്റെ കവർ ഞാൻ കാണിച്ചു തരാം. അതായത് കവർ പിക്ചർ വാൾപേപ്പർ ഇതാണ് കേട്ടോ. ഹെലോ കിറ്റി എന്നുള്ള ഒരു സംഭവമാണ്. എന്നാൽ മറിച്ച് നമ്മുടെ അദ്ദിക്കുട്ടൻ്റെ കാണിച്ചു തരാം കേട്ടോ. അയ്യോ ദൈവമേ പൊടിയുണ്ട് കേട്ടോ. കുറേ ആയില്ല, എടുത്ത് 3 മന്ത്സോളമായി. ഇനി അവരൊന്ന് ക്ലീൻ ചെയ്യട്ടെ. അദ്ദിക്കുട്ടൻ്റെ എൻ്റെ അമ്മേ ഇപ്പോൾ വരും കേട്ടോ. 12:45 ആയിട്ടുണ്ട്. ഇതൊരു സാധനം കേട്ടോ. ഇതെന്താ സാധനം എനിക്ക് വലിയ രൂപമില്ല. ഇത് ക്യാമറയൊക്കെ എടുത്ത് വെച്ചിരിക്കുക. ഇതെങ്ങനെയാണ്? ഗൈസ് അദ്ദിക്കുട്ടൻ്റെ സംഭവം ഇങ്ങനെയാട്ടോ. എന്താ ഈ ഒരു കാറാണ് അവൻ്റെ മെയിൻ സംഭവം. ഗൈസ് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റ് ബൈയാണ് തോന്നുന്നു കേട്ടോ. ഫൈനലി എങ്ങനെയുണ്ടായിരുന്നു? പനി എങ്ങനെയുണ്ടായിരുന്നു പറയും. കുഴപ്പമില്ല. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എഴുതി കഴിഞ്ഞു. അപ്പൊ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ എവിടെ പാസേജ് ആയിരുന്നു, പാസേജ് മാത്രമേ ഉണ്ടായിരുന്നു, അതിന്റെ ക്വസ്റ്റ്യൻ കാണാനില്ല. ഇതിന്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എനിക്ക് പാസേജ് വായിച്ച് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണം, ക്വസ്റ്റ്യൻ കാണാനില്ല. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പി ടി സാറേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പി ടി സാറിന്റെ അടുത്ത് ചോദിച്ചു, സാർ എന്താ ഇവിടെ ക്വസ്റ്റ്യൻ ഇല്ലാത്തേന്ന്. അപ്പൊ സാറിന് അറിഞ്ഞില്ല. അപ്പൊ സാർ വേറൊരു മിസ്സിനെ വന്നിട്ട് മിസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു പേജ് കാണാനില്ല. നിനക്കുള്ളത് 20 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് എക്സാം പേപ്പർ കിട്ടി. ഞാൻ എഴുതി. എനിക്ക് 8 മിനിറ്റ് ഉണ്ടായിരുന്നു ബാക്കി. എന്റെ കുഞ്ഞേ, നിനക്ക് എന്തോ ഉണ്ടായിരുന്നു. അല്ല എളുപ്പമായിരുന്നോ? എത്ര എബോ കിട്ടും?
60 above കിട്ടും. ഓക്കെ ഗൈസ്, അങ്ങനത്തെ ഐപാഡൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് പനിയൊക്കെ മാറിയോ? മമ്മ ആൻറ്റി വിളിച്ചോദിച്ച് ടീച്ചറിൻ്റെ അടുത്തൊക്കെ വിളിച്ചോദിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഡിസംബറിന് ശേഷം ഐപാഡ് വീണ്ടും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ ടിയാ എനിക്കൊരു സർപ്രൈസ് ഉണ്ട്, നീ കാണാതെ പോയ ഒരു സാധനം. ഈ സാധനം ഞാൻ ആക്ച്വലി നിന്റെ കോട്ടിൻ്റെ അടിയിലായിരുന്നു. നമ്മൾ തായ്ലാൻഡ് അല്ല ഇപ്രാവശ്യം അവിടെ മലേഷ്യയിൽ പോകുമ്പം അതിൻ്റെ സ്ക്രിപ്റ്റ് സംഭവമൊക്കെ നമ്മൾ മമ്മ ഹൈഡ് ചെയ്ത് വെച്ച് അവിടെയായിരുന്നു. ഇപ്പം അത് നോക്കിയപ്പോഴാണ് അതിൻ്റെ അടിയിൽ പെന്നാണെന്ന് പറഞ്ഞ് മമ്മ നിൻ്റെ ഐപാഡിൻ്റെ ഈ പെന്നിനെ എടുത്ത് വെച്ചിരിക്കുന്നത്. പൊട്ട മമ്മ ഗൈസ്. എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹോളിഡേ സ്റ്റാർട്ടായിട്ടുണ്ട്. അദ്ദിക്കുട്ടൻ്റെ ഒക്കെ ഇരിപ്പ് നോക്കിയേ ഗൈസ്. എടാ കാല് താഴെ വെച്ചിരിക്കടാ. ഇവിടെ ടീക്കുട്ടിതേ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊരു ഐപാഡ് ഗെയിം കളിയാട്ടോ. അങ്ങനെ ഞങ്ങളുടെ വെക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി പേർപ്പിൾ ഹൗസിൽ പോകണം. പിന്നെ എന്തൊക്കെയായിരുന്നു ടിയ? നമ്മളിപ്രാവശ്യത്തെ വിഷു പൊളിക്കാൻ പോവാണ്. നമ്മളിന്ന് പടക്കം വാങ്ങിക്കാൻ എത്രയോ 400 കിലോമീറ്റർ താണ്ടി നമ്മൾ പോകാൻ പോവാണല്ലേ. യെസ്, അപ്പം അതൊക്കെ വൈകാതെ പറഞ്ഞുതരാം. ഇപ്പം ഇവരെന്തോ ഒരു കളി, എന്താ കളിക്കുന്നത്? മൈൻക്രാഫ്റ്റ് ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. ഓ അദ്വിക്കിനാണ് അറിയുന്നേ. ഓ ടീക്കടെ ഇതിലാണോ നമ്മൾ ഒരുമിച്ച് ഇതാക്കുന്നത്? നിങ്ങൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കി ഡാഡിക്ക് കാണിച്ചു കൊടുക്കുന്നതല്ലേ? വീടൊക്കെ കെട്ടിയിട്ട്. യെസ്, എനിക്കും ഈ ഗെയിം ഇഷ്ടാട്ടോ. ഓ സർവേ. ഓക്കെ ഓക്കെ, അതായത് നമ്മൾ ഓരോന്നും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കും. പൈസ വേണം. ഓക്കെ, ഇവിടെ അദ്ദിക്കുട്ടൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അദ്ദിക്കുട്ടൻ എന്താ കാണിക്കുന്നേ വന്ന? അദ്ദിക്കുട്ടനാണ് ഇതിലെ പുലി. ഏതാ ഞങ്ങളുടെ വീട് ആരാ? ഓ ഇതാണോ നിന്റെ വീട്? ഓക്കെ, ഇതാണ് നമ്മുടെ ടീക്കുട്ടി ഉണ്ടാക്കിയ വീട്. ഏതാടാ ഗേറ്റ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ സാധനം? ഓക്കെ, അപ്പൊ ഇതാണോ ഡോറ്? അയ്യോ ഇങ്ങനെയൊക്കെ പൊളിഞ്ഞു വരുന്നുണ്ട്. ഇതാണ് നീ ഉണ്ടാക്കുന്നേ? കഷ്ടത് എന്താടാ ജയില്. ഓക്കെ ഗൈസ്, ഇത് അടിപൊളി സംഭവം കേട്ടോ, സെറ്റപ്പാ. ഓക്കെ ഓക്കെ. എടാ നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഡോറിൽ തൊടുമ്പോ എന്തെങ്കിലും പൊട്ടിച്ചിട്ട് കാണിക്കണേ? ഡോറിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യില്ലേ? അത് ഡോർ താഴെ വീഴുന്നുണ്ടടാ. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ സീക്രട്ട് അല്ല. ഓക്കെ, നല്ല അടിപൊളി സംഭവം കേട്ടോ. സംഭവം അതിന്റെ ഉള്ളിലാണോ? ഓ ഇതാ മൈനിങ്ങിന്റെ ഉള്ളിൽ പോയോ? ഇവിടെ അദ്വൈക്ക് പൊരിഞ്ഞ കളിയാട്ടോ. പനി വന്ന് ഇന്ന് 2 പ്രാവശ്യം വോമിറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ആള്. ഇന്നൊന്ന്. ഓ മതി, സമ്മതിച്ചു. മണ്ണ് കഴിക്കാണ്ടിനെ. അയ്യോ ഗൈസ്, നമുക്കിങ്ങനെ ഒരാളിനെ ഇറിറ്റേറ്റ് ചെയ്യാം. നിങ്ങൾ അമ്മമാരൊക്കെ ഇങ്ങനെയാണോ? ഞാൻ ഇങ്ങനെയാട്ടോ. നമ്മളിങ്ങനെ ഒരാളിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇന്നിപ്പോൾ ഡാഡിയൊക്കെ കളിയാക്കിയിട്ട് പോയതാ. ഇനി ഇവർ ഈ സോഫനെ മുഴുവൻ നശിപ്പിക്കും ഗൈസ്. ഈ 2 മാസം ഇരുന്ന് എന്താ ചെയ്യുന്ന അറിയില്ല. ഇപ്പൊ വീടെത്തിയോ? അതിൽ ഞാൻ ചോദിക്കട്ടെ ടിയ, ഇതിൽ നമ്മളെ ആരും റിസ്ക് ഒന്നും ആക്കില്ല, നമ്മളെ ഡെഡ് ആക്കില്ല. ഇത് ആ റോസ് പൂ ഒക്കെ എടുത്ത ചെമ്പരത്തി പൂ അയ്യോ ഇത് നശിപ്പിച്ചു കളഞ്ഞാടാ. അയ്യോ ഗെയിമിംഗ് ആണ് ഗൈസ്. അപ്പോൾ ഇനി ഏതൊക്കെ ഗെയിം കളിക്കണം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്തോളൂ മക്കളെ. ടീക്കുട്ടിയുടെ സ്കൂൾ ക്ലോസ് ആയി, ഇനി 2 മാസം നോ സ്കൂൾ. പിന്നെ നെക്സ്റ്റ് ഇയർ തൊട്ടിട്ട് CBSE ആണ് ഇവർക്ക് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. ചെറുതായിട്ട് ഉറപ്പാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഹോൾ ബുക്സ് മാറാണ്. അപ്പോൾ പിന്നെ എന്താണെന്നറിയില്ല. അപ്പോൾ ഇനി 2 പേരെയും വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയൂ. ഒരുപാട് അടുത്ത വീഡിയോ പിന്നീട് കാണാൻ. ബൈ ബൈ.